Hello everyone, welcome back to iFirst UT track. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് LCM and HCF ആണ്. LCM and HCF വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. പക്ഷെ നിങ്ങൾക്കാണെങ്കിലോ എക്സാമിന് ചോദിക്കാൻ സാധ്യതയല്ല എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് LCM and HCF ഉള്ളത്. LCM of 2 numbers തരും, അല്ലെങ്കിൽ HCF of 2 numbers, അങ്ങനെ എന്തായാലും ചോദിക്കൂ. അപ്പം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട എന്താണ്, ഇത് കാണാനുള്ള ട്രിക്സ് ആണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം, ഇതിനെക്കുറിച്ച് പഠിക്കാം. ഓക്കെ അല്ലേ? സോ എന്താണ് ഈ LCM and HCF? LCM and HCF എന്താണ്? അത് HCF നോക്കാം. HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടറിനാണ് നമ്മൾ എന്ത് പറയുന്നത്, HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതിലിപ്പോ ഹയസ്റ്റ് ഓക്കെ അല്ലേ, ഹയസ്റ്റ് ഓക്കെ, അത് പറയാനില്ലല്ലോ, ഹയസ്റ്റ് ഏറ്റവും വലുത്. കോമൺ എന്ന് പറഞ്ഞാലും അതും ഓക്കെ. ദെൻ ഫാക്ടർ എന്താണ് ഈ ഫാക്ടർ? ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യനെ നമുക്ക് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളാണ്. അതായത് നമ്മളിപ്പോൾ രണ്ട് സംഖ്യകൾ, നമുക്ക് ക്വസ്റ്റ്യൻ വന്നത് HCF ഓഫ് 15 and 10 ആണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഓക്കെ, HCF ഓഫ് 15 and 10 ആണ് നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചോ. ഇതിൻ്റെ HCF ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മൾ 15 എടുക്കാം. 15ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ ആയിരിക്കും? 15ന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 15നെ പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് നോക്കണ്ടേ. നമ്മൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ? 15 ഡിവൈഡഡ് ബൈ 1 15 ആണ്. 2 കൊണ്ട് പറ്റുമോ? 2 കൊണ്ട് പറ്റൂല അല്ലേ. ദെൻ 3 കൊണ്ട് പറ്റില്ലേ? 3 into 5 15 അല്ലേ. അപ്പൊ 3 ഉണ്ട്. 4 കൊണ്ട് പറ്റുമോ? 4 കൊണ്ടും പറ്റില്ല. ദെൻ 5 15 by 5 3 കിട്ടും. ദെൻ 6 7 ഒന്നും പറ്റില്ല. പിന്നെ വരുന്ന ഏതാണ്? 15 ആണ്. ഓക്കെ, 15 ആണ്. ദെൻ അടുത്ത 10 നോക്കാം നമുക്ക്. 10ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ ആയിരിക്കും? 10ന്റെ 1 ഒരു ഫാക്ടർ ആണ് അല്ലേ. എല്ലാ സംഖ്യകളുടെയും ഫാക്ടർ ആണ് കേട്ടോ 1. അതൊന്ന് ആലോചിച്ച് വെക്കുക. എല്ലാ സംഖ്യകളുടെയും ഫാക്ടർ ആയിരിക്കും 1ഉം ആ സംഖ്യയും. അതായത് 10ന്റെ ഫാക്ടർ ആയിരിക്കും 1ഉം 10ഉം, 15ന്റെ ഫാക്ടർ ആയിരിക്കും 1ഉം 15ഉം, 8ന്റെ ഫാക്ടർ ആയിരിക്കും 1ഉം 8ഉം. ഓക്കെ, ദെൻ 10ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ ആയിരിക്കും? 1 ഉണ്ടാവും, 2 ഉണ്ടാവില്ലേ? 10 by 2 5 ആണ്, 2 ഉണ്ടാവും. ദെൻ 3 ഉണ്ടാവോ? 3 ഉണ്ടാവില്ലല്ലോ. ദെൻ 4 ഉണ്ടാവില്ല, 5. അപ്പൊ നമുക്ക് ഫാക്ടേഴ്സ് കിട്ടി. ദെൻ നമ്മൾ നോക്കണ്ടേ ഇതിൽ ഏതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത്. ഓക്കെ, കോമൺ ആയിട്ട് ഏതൊക്കെയാണ് വരുന്നത്? 1 വരുന്നുണ്ട്, ദെൻ 5 വരുന്നുണ്ട് അല്ലേ. 1 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്. ഇനി നമ്മൾ എന്താ പറഞ്ഞത്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് എന്ത്? HCF. ഇതിൽ ഹയസ്റ്റ് ഏതാണ്? 1ഉം 5ഉം ഉണ്ട്. അപ്പൊ ഇതിൽ ഹയസ്റ്റ് ഏതാണ്? 5 അല്ലേ. അപ്പൊ HCF ഓഫ് 15 and 10 എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, 5 ആയിരിക്കും 15 and 10ന്റെ HCF എന്ന് പറയുന്നത്. പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? എന്താ നമ്മൾ ചെയ്തത്? നമ്മൾ ഫാക്ടേഴ്സ് ആദ്യം കണ്ടു, അതിൽ കോമൺ ആയിട്ട് വരുന്നത് ഏതാന്ന് നോക്കി, ദെൻ അതിൽ ഹയസ്റ്റ് ഏതാന്ന് നോക്കി, അതാണ് നമ്മളെ HCF. ഓക്കെ, ദെൻ നമ്മൾ നോക്കണ്ടേ LCM ആണ്. LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളിനാണ് നമ്മൾ LCM എന്ന് പറയുന്നത്. ഇതിലും ലീസ്റ്റും ഒക്കെയാണ് അല്ലേ. ലീസ്റ്റ് നമുക്ക് പറയാൻ മാത്രമൊന്നുമില്ല. ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതാണ് അല്ലേ. ചെറുതാണ് ലീസ്റ്റ് കോമൺ ആയിട്ട് വരുന്നത്. ദെൻ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ലടാ. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളെ മൾട്ടിപ്ലയേഴ്സ് ഇല്ലേ. നമുക്ക് രണ്ട് സംഖ്യ എടുത്തു നോക്കാം. LCM ഓഫ് 6 and 9. ഓക്കെ, LCM ഓഫ് 6 and 9. അതിൽ 6ലെ മൾട്ടിപ്ലയേഴ്സ് ഏതൊക്കെ ആയിരിക്കും? 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾക്ക് അറിയുന്നല്ലേ. 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഏതൊക്കെയാണ്? 6 12 18 24 അങ്ങനെ പോകൂലേ. 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതല്ലേ ഇത്. ദെൻ 9ന്റെ ഏതാണ്? 9ന്റെ എങ്ങനെ വരിക? 9 18 27 then 36 45 അല്ലേ. 9 18 27 36 45 അങ്ങനെ പോവും. കുറെ എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് വേണ്ടത്? ലീസ്റ്റ് ആയിട്ട് വരുന്നതാണ് വേണ്ടത്. അപ്പൊ കുറെ എഴുതി നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് നോക്കിയേ.
18 വരുന്നുണ്ട് അല്ലേ. പിന്നെ ഇങ്ങനെ പോയാൽ ഇപ്പൊ 36 ഒക്കെ വരും. അപ്പൊ ഇതും 36ഉം കോമൺ ആയിരിക്കും. അപ്പൊ പക്ഷെ ഇതിൽ ലീസ്റ്റ് ആയിട്ടുള്ള ഏതാണ്? ലീസ്റ്റ് ആയിട്ടുള്ള ഏതായിരിക്കും? 18 അല്ലേ ലീസ്റ്റ് ആയിട്ടുള്ളത്. ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ. ഓക്കെ, ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ. ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ ഏതാണ്? 18 അല്ലേ. അപ്പോ LCM ഓഫ് 6 and 9 എന്ന് പറയുന്നത് ഏതായിരിക്കും? 18 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് സാധാരണ ഒരു രീതിയിൽ LCM and HCF കാണാറ്. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ മൾട്ടിപ്ലെയേഴ്സ് ഒക്കെ എഴുതിയിട്ട് ഓക്കെ ചെറിയ സംഖ്യയാണേ ഓക്കെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയ സംഖ്യൻ്റെ ഒക്കെ മൾട്ടിപ്ലെയേഴ്സ് നിങ്ങൾക്ക് വലിയ ആലോചിക്കാനൊന്നും ഉണ്ടാവില്ല. ചെറിയ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എഴുതി നോക്കാൻ പറ്റുന്നേ ഉണ്ടാവുള്ളൂ. ഫാക്ടേഴ്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ചെറിയ ക്ലാസ്സിലെല്ലാം നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും ചെറിയ സംഖ്യകളാണെങ്കിൽ. പക്ഷെ വലിയ സംഖ്യ ആണെങ്കിലോ അങ്ങനെ ചെയ്യാൻ കഴിയുമോ? അതിനാണ് നമുക്ക് വേറൊരു ട്രിക്ക്. നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. അത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദി LCM and HCF ഓഫ് 60 and 150. LCM and HCF ഓഫ് 60 and 150 ആണ് ചോദിച്ചത്. ദെൻ LCM ഓഫ് 60 and 150. ദെൻ HCF ഓഫ് 60 and 150. ഇത് രണ്ടെണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. സാധാരണ രീതിയിലാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 16 മൾട്ടിപ്ലെയേഴ്സ് ചെയ്തും ദെൻ ഫാക്ടേഴ്സ് നോക്കും, അങ്ങനെയാണല്ലേ ചെയ്യാറ് LCM HCF കാണാൻ. ഇതിന് വേറൊരു ട്രിക്ക് ഉണ്ട്. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, പ്രൈം ഫാക്ടറൈസേഷൻ. പ്രൈം ഫാക്ടറൈസേഷൻ ആണ് വേറൊരു ടെക്നിക്ക് എന്ന് പറയുന്നത്. നമ്മൾ LCM and HCF കാണാനുള്ള വേറൊരു ടെക്നിക്കാണ് പ്രൈം ഫാക്ടറൈസേഷൻ. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 7, 5, 7 അങ്ങനെ പോകൂലേ? അതെന്താണ്? അതിനെ ഡിവൈഡ് ചെയ്യാൻ 1ഉം ആ സംഖ്യ കൊണ്ടും മാത്രമേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 ഡിവിസേഴ്സേ ഉണ്ടാവുള്ളൂ അല്ലേ? അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? അങ്ങനത്തെ പ്രൈം നമ്പർ കൊണ്ട് നമ്മൾ ഫാക്ടറൈസ് ചെയ്യാണ്. ഒന്ന് നോക്കാം, എക്സാമ്പിളിലൂടെ നോക്കാം. കുറെ ഒന്നുമില്ല, പേടിക്കണ്ട. നമുക്ക് 16 നോക്കാം. 16 ആദ്യം നമ്മൾ പ്രൈം നമ്പർ 1 എടുക്കാൻ പറ്റില്ല, 2 മുതലാണ് നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പൊ 2 അല്ല നമുക്ക് ഏറ്റവും താഴെയുള്ള പ്രൈം നമ്പർ, 1 അല്ലാതെ. അപ്പൊ ദെൻ 2 എടുക്കാം ആദ്യം. 2 കൊണ്ട് 16 ഡിവൈഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക? 30 അല്ലേ? ദെൻ 13 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ 15 കിട്ടും. 15 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ നോക്കണ്ടേ 2 കഴിഞ്ഞിട്ടുള്ള അടുത്ത പ്രൈം നമ്പർ. എത്രയാണ് 2 കഴിഞ്ഞിട്ടുള്ളത്? 3 അല്ലേ? ദെൻ 3 നോക്കാം. 3 നോക്കിക്കേ. 15 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 5 അല്ലേ? ദെൻ 5 നോക്കണ്ട, 5 ഓൾറെഡി ഒരു പ്രൈം നമ്പർ ആണ്. അത്രയിൽ അങ്ങ് നിർത്താം. ഓക്കെ, ദെൻ അടുത്തത് 150. 150 നോക്കിയേ. 150 ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 150 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ അല്ലേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 75 കിട്ടും അല്ലേ? 75 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ദെൻ നമ്മൾ നോക്കേണ്ടത് എന്താണ്? 3 അല്ലെ? 3 നോക്കാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25. 25 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലേ. അപ്പൊ 3 കഴിഞ്ഞിട്ടുള്ള പ്രൈം നമ്പർ ഏതാണ്? 3 കഴിഞ്ഞിട്ടുള്ള 5. ദെൻ 5 നോക്കാം. 5 25 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? 5 അല്ലേ? 5 ഓൾറെഡി ഒരു പ്രൈം നമ്പർ ആണ്. പിന്നെ ഇനി അങ്ങോട്ട് ചെയ്യണ്ട, അത്രയിൽ നിർത്താം. ദെൻ നമ്മൾ ഇതിലോട്ട് വരാം. അപ്പൊ 60 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 60 ഈക്വൽ ടു 2 2 ഉണ്ട് അല്ലേ? 2 × 2 × 3 × 5. അതായത് 60 എന്ന് പറഞ്ഞാൽ 2 × 2 നമുക്ക് എങ്ങനെ എഴുതാം? 2 സ്ക്വയർ എന്ന് എഴുതാം. 2 സ്ക്വയർ. ദെൻ ഇൻറ്റു 3 നമുക്ക് 3⁻1 എന്ന് എഴുതിക്കൂടെ? 3⁻1 എന്ന് പറഞ്ഞാൽ 3 തന്നെ. ദെൻ 5 നമുക്ക് എങ്ങനെ എഴുതാം? 5⁻1 എന്ന്. ദെൻ അടുത്ത നോക്കിക്കേ. അടുത്തത് 150. 150 എങ്ങനെ എഴുതാൻ പറ്റും? 2 × 2 നമുക്ക് 2⁻1. ദെൻ ഒരു 3 ആണല്ലേ ഉള്ളത്. അപ്പൊ 3⁻1 × 3⁻1 × 2 5 ഉണ്ട്. 2 5 ഉള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? 5 സ്ക്വയർ.
അപ്പൊ 16നെയും 150നെയും നമ്മൾ ഫാക്ടറൈസ് ചെയ്തു. ഇനി നമ്മൾ LCM ആൻഡ് HCF കാണാൻ പോവാണ്. LCM എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? LCM എന്ന് പറഞ്ഞാൽ ഈ 16ന്റെയും 150ന്റെയും ഇവിടെ ഒക്കെ 2 രണ്ടിടത്തും കോമൺ ആണ്, 3യും രണ്ട് സ്ഥലത്തും കോമൺ ആണ് അല്ലേ. ദെൻ 5 രണ്ട് സ്ഥലത്തും കോമൺ ആണ്. ദെൻ 16ന്റെയും 150ന്റെയും ഫാക്ടേഴ്സിൽ ചെറിയ പവർ വലിയ പവർ വരുന്നതിനാണ് നമ്മൾ LCMൽ എടുക്കുക. അതായത് ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 സ്ക്വയറും ഉണ്ട്, 2⁻1 ഉണ്ട്. അപ്പൊ LCMൽ നമ്മൾ എടുക്കണ്ടേ 2 സ്ക്വയർ ആയിരിക്കും. ഇവിടെ 3⁻1 ഉണ്ട്, താഴെയും 3⁻1. അപ്പൊ വലുത് ചെറുത് എന്നല്ല ഇല്ലല്ലേ, സെയിം ആയിരിക്കും. അപ്പൊ 3⁻1 എടുക്കാം. ദെൻ മുകളിൽ 5⁻1 ഉണ്ട്, താഴെ 5 സ്ക്വയർ ഉണ്ട്. ദെൻ ഏതാ എടുക്കുക? 5 സ്ക്വയർ അല്ലേ, 5 സ്ക്വയർ. ദെൻ എത്ര ആയിരിക്കും അത്? 2⁻2 എന്ന് പറയുന്നത് 4 ഇൻറ്റു 3 ഇൻറ്റു 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25. 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25. ഇത് എത്ര ആയിട്ടാ? 25 ഇൻറ്റു 4 പറയുമ്പോൾ 100. 100 ഇൻറ്റു 3 300. 300 ആണ് എന്ത്? LCM ഓഫ് 60 ആൻഡ് 150. ദെൻ നേരെ തിരിച്ചെടുക്കാം നമുക്ക് HCFൽ. ചെറിയ പവേഴ്സ് വരുന്നതായിരിക്കും HCF. അതായത് HCF നമ്മൾ ഫാക്ടേഴ്സ് പോയി അല്ലേ. HCF എന്ന് പറയുമ്പോൾ HCF ഓഫ് 60 ആൻഡ് 150 എന്ന് പറയുമ്പോൾ അവിടെ ചെറിയ പവർ ഉണ്ടായിരുന്നത് 2ന്റെ ചെറിയ പവർ എന്ന് പറഞ്ഞാൽ 2⁻1 ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന ചെറിയ പവർ. ദെൻ 3ന്റെ ഏതായിരുന്നു? 3⁻1 ആയിരുന്നു മുകളിലും, 3⁻1 ആയിരുന്നു താഴെയും. അപ്പൊ 3⁻1 ഇൻറ്റു എത്രയായിരുന്നു? 5⁻1 ഉണ്ടായിരുന്നു, 5 സ്ക്വയർ ഉണ്ടായിരുന്നു. LCMലായപ്പോൾ നമ്മൾ 5 സ്ക്വയർ എടുത്തു. ദെൻ HCFലാവുമ്പോൾ 5⁻1 എടുക്കാം. ഓക്കെ, അപ്പൊ എത്രയാണ്? 2 ഇൻറ്റു 3 6 ഇൻറ്റു 5 അല്ലെ. 6 ഇൻറ്റു 5 പറയുമ്പോൾ 30 ആണ് നമ്മൾ HCF ഓഫ് 60 ആൻഡ് 150. LCM ഓഫ് 60 ആൻഡ് 150 എന്ന് പറയുന്നത് 300 ആണ്. ഇങ്ങനെയാണ് നമ്മൾ LCM ആൻഡ് HCF കാണാം. ഓക്കെ അല്ലേ? Then bye bye.